അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിൽ എഴുതുന്നത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം എനിക്ക് ലാഭമായിരുന്നതൊക്കെ തമ്പുരാനെ കുറിച്ചൊരു വെളിപ്പാട് കിട്ടിയപ്പോഴാണ്. ഞാൻ ഏതാണ്ട് വലിയൊരു കാര്യം, എനിക്ക് 10 ഏക്കറുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു വീടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പിള്ളേർ അമേരിക്കയിൽ, അന്ന് ഒന്നുമില്ലെന്ന് മനസ്സിലാകണമെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നീ പ്രാപിക്കണം. അല്ലെങ്കിൽ പിന്നെയും പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കും. ഇടത്തൊക്കെ ഞാൻ മീറ്റിംഗ് ചെല്ലുമ്പോൾ ചില അപ്പച്ചന്മാരെന്നോട് പറയും, സിസ്റ്ററെ എൻ്റെ 7 മക്കളും അമേരിക്കയിലാണ്. ഞാൻ പറയാം, അപ്പച്ചാ എൻ്റെ 2 മക്കളും ഇന്ത്യയിലുണ്ട്. എന്താ ഡിഫറൻസാ? ആമേൻ. ഇതൊക്കെ വിടണമെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചൊരു വെളിപ്പാട് പ്രാപിക്കണം. ആമേൻ, ആമേൻ. ഒരിക്കൽ ക്രിസ്തുവിനും അവന്റെ മാർഗത്തിനും വിരോധമായി കുലയും ഭീഷണിയും നിശ്വസിച്ച ശൗൽ, തർശീശുകാരനായ ശൗല് ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, ആമേൻ, വെളിപ്പാട് പ്രാപിച്ച പൗലോസ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേഗമെടുത്തേ, എഫെസ്യർ 1:17 വേഗമെടുത്തേ. ഉണ്ടോ? വെളിപ്പാട് പ്രാപിച്ചവന്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റം വരും. അല്ലെങ്കിൽ എന്തും കുന്നും വട്ടമിട്ട് മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വെളിപ്പാട് കിട്ടിയവന്റെ പ്രാർത്ഥനയൊന്ന് വായിച്ചേ വേഗം. 1:17 തൊട്ട്. യെസ്. നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് ആരെക്കുറിച്ച് വേണം അറിവ്? നിങ്ങൾക്ക് ആരെക്കുറിച്ചൊരറിവ് വേണം? നാം സേവിക്കുന്ന ദൈവം ആരാ എന്നുള്ളൊരറിവ് നമ്മുടെ അകത്ത് വേണം. നാം ആരെ സേവിക്കാൻ ഇറങ്ങി എന്നൊരറിവ് വേണം. ആമേൻ. അവനെക്കുറിച്ച് ഒരറിവ് വേണം. നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ ലഭിക്കണം. അപ്പോ വെളിപ്പാട് എന്തിനാ? കൊച്ചാണാന്നോ പെണ്ണാണോ എന്നല്ല, പെണ്ണിനെ കെട്ടിക്കുന്ന തൃശ്ശൂരാണോ കുമ്പനാടാണോ എന്നുള്ള അല്ല. സ്തോത്രം. പിന്നെന്ത് വെളിപ്പാടാ വേണ്ടിയത്? ഞാൻ സേവിക്കുന്ന ദൈവമാരാ, ഭയങ്കരനായ ദൈവം. അവൻ, അവൻ അവനെന്താ ഇഷ്ടം, അവൻ എങ്ങനായിരിക്കുന്ന, അവൻ എന്താ ആഗ്രഹിക്കുന്ന, അതാ വെളിപ്പാട്. ആ വെളിപ്പാട്, സ്തോത്രം, അവനെക്കുറിച്ചൊരു അറിവ്, അവനെക്കുറിച്ചൊരു വെളിപ്പാട് പ്രാപിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പറയാണ്, എന്നാലേ അത് അവൻ ആരാന്ന് പിടികിട്ടിയെങ്കിലേ അകത്തെ സാധനം ഒന്ന് തുറക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈ കെട്ടും മട്ടും എൻ്റെ ഗ്രാനൈറ്റാണ്, എൻ്റെ പോർച്ചിനകത്ത് ഗ്രാനൈറ്റാണ്, എൻ്റെ ചേച്ചിമാരെല്ലാം ദുബായിലാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് ഗാർബേജ് പറഞ്ഞുകൊണ്ടിരിക്കും. അവനെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയാൽ അകത്തെ കണ്ണ് തുറക്കും. ആമേൻ, 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 ഹല്ലേലൂയ. അകത്തെ കണ്ണ് തുറന്ന് അവനെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ച ഒരു വലിയ കൂട്ടത്തെ തമ്പുരാൻ എഴുന്നേൽപ്പിക്കാൻ പോവാം. ആമേൻ, ഹല്ലേലൂയ. കമ്മിറ്റിക്കകത്ത് അഭിഷേകമുള്ളവനെ വേണമെന്ന് പറയുന്ന ദിവസങ്ങൾ വരിക. കാറുള്ള അച്ചായനയല്ല വേണ്ടത്, പേർഷ്യ ജോലിയുള്ള അച്ചായനയല്ല വേണ്ടത്, അഭിഷിക്തന്മാരായിരിക്കണം കമ്മിറ്റിക്കകത്ത് ഇരിക്കുന്നത്, വെളിപ്പാട് പ്രാപിച്ചവരായിരിക്കണം എന്ന് പറയാൻ പോവാ അടുത്ത നാളുകളിൽ. അത്ര ഏതേലും ഒരു എന്താ 1.5 ചക്രമുള്ള ഏതേലും ഒരുത്തം വന്ന ഉടനെ ഇച്ചിരി 10 പൈസ ഉണ്ടെന്ന് കഴിഞ്ഞ ഉടനെ അവൻ സെക്രട്ടറി. അവനെന്തിനാ സെക്രട്ടറിയാ? വെളിപ്പാട് പ്രാപിക്കുമ്പോൾ ഹൃദയത്തിന്റെ അകക്കണ്ണ് തുറക്കും. തുറന്നു കഴിഞ്ഞിട്ട് എന്താ പിന്നെ സംഭവിക്കുന്നേ? അവൻ എന്തിനാ എന്നെ ഈ കൂട്ടത്തിൽ നിന്നൊന്ന് വിളിച്ചത്? എടാ, കോടാനുകോടി ജനമുള്ള ഈ ഇന്ത്യയിൽ നിന്ന്, ഈ കൊച്ചു കേരളത്തിൽ നിന്ന് എന്നെ വിളിച്ചത് എന്തിനാ? എനിക്കതൊന്നറിയണം. അവൻ എന്നെ വിളിച്ചത് എന്തിനാ? എന്നെ സ്നേഹിച്ചത് എന്തിനാ? എന്നെ തെരഞ്ഞെടുത്തത് എന്തിനാ? എനിക്കതാ അറിയേണ്ടത്. എനിക്കിനി അതാ അറിയേണ്ടത്. വട്ടമിട്ട് വരച്ച് പിശാചിനെ കടലാസിൽ എഴുതി 4 കീറിയിട്ട് ചവിട്ടി നിന്റെ നടു പോകുന്നല്ലാതെ പിശാചി പോകത്തില്ല. സ്തോത്രം. ആമേൻ, ആമേൻ. ഹൃദയദൃഷ്ടി പ്രകാശിച്ച് ചോദിക്കും, കർത്താവ് എന്നെ നീ എന്തിനാ വിളിച്ചത്? ആമേൻ, എന്നെ എന്തിനാ വിളിച്ചത്?
വിളിച്ചെന്തിനാന്ന് പിടികിട്ടിയ പൗലോസ് പറഞ്ഞു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പിന്നെ പുസ്തകം പൊതിഞ്ഞോണ്ട് വരത്തില്ല, പുസ്തകം ഇങ്ങനെ തുറന്ന് കൈ പിടിച്ചുകൊണ്ട് വരും. ഇപ്പം പ്ലാസ്റ്റിക് സഞ്ചിക്കകത്ത് പൊതിഞ്ഞോണ്ട് വരത്തില്ല. സ്തോത്രം. എവിടെ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്ന് യേശുവിനെ കുറിച്ച് പറയാൻ നാണക്കേടുണ്ടോ? ഇല്ല. ആമേൻ. ഏത് പെരുവഴിയിൽ നിന്ന് എന്റെ യേശുവിനെ കുറിച്ച് പറയും. ആമേൻ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എനിക്ക് മനസ്സിലായി, എന്നെ വിളിച്ച് ഈ വലിയ ദർശനം തന്ന് ഒരു നിത്യത എനിക്ക് വേണ്ടി ഒരുക്കി ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് ദൈവം തന്റെ ആത്മാവിനാണ് എനിക്ക് വെളിപ്പെടുത്തിയത്. എനിക്ക് വേണ്ടി ഒരുക്കിയ ഒരു നിത്യതയുണ്ട്. ജ്ഞാനികൾക്കും പ്രഭുക്കന്മാർക്കും പോലും പിടികിട്ടാത്ത ഒരു സംഭവം. ആമേൻ. ഈ ലോകത്തിന്റെ ജ്ഞാനികൾക്കും പ്രഭുക്കന്മാർക്കും പിടികിട്ടാത്ത സംഭവം പേരെഴുതി ഒപ്പിടാൻ അറിയാത്ത എനിക്ക് ഗ്രഹിപ്പിച്ച് അവന്റെ ആത്മാവിനാൽ ഗ്രഹിപ്പിച്ചു തന്നു. അവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ഒരു നിത്യ രാജ്യത്തിലേക്ക് എന്നെ മടക്കിക്കൊണ്ടുപോകാനാണ്. ആമേൻ. ഹല്ലേലൂയ. എന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. ക്രിസ്തുവിൽ ആരാ നമ്മളിപ്പം? ആമേൻ. മക്കളും അവകാശികളും. അബാ പിതാവേ എന്ന് വിളിക്കാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്ന് അവൻ പറയാണ്, ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ കൂട്ടവകാശികളാണ്. ജോയിന്റ് ഹെയർഷിപ്പ്. ആമേൻ. ആമേൻ. ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാ. എന്തെല്ലാം കർത്താവ് ചെയ്തു അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. എന്തെല്ലാം അധികാരം കർത്താവിന് കൊടുത്തോ അത് നമുക്കുണ്ട്. എന്തെല്ലാം അവകാശം അവനുണ്ടോ അത് നമുക്ക് അവിടെ ഉണ്ട്. നോക്കിക്കേ, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവിടെ പിടികിട്ടാത്ത അവന്റെ ബലത്തിൽ വല്ലഭത്വത്താൽ, വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ ഉണ്ടോ? അത് ശരിക്കും വായിച്ച് നിർത്തി എല്ലാരും കൂടെ ഒന്ന് വായിച്ച്. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരം. അപ്പൊ ബലം ആരുടെയാ? എനിക്കാരുമില്ല, ഞാനൊന്നുമില്ല, ഞാൻ കൃമിയാണ്, ഞാൻ പുഴുവാണ്, ഞാൻ പൊടിയാണ്. എന്നും പൊടിയും കൃമിയും പുഴുവാന്നോ? ഇല്ല. ബലം അവനുണ്ട്. അവന്റെ ബലത്തിൻ വല്ലഭത്വത്താൽ വ്യാപരിക്കുന്ന. വായിച്ചു. ആർക്ക് വേണ്ടിയാ ബലം? ആർക്കാ ഉള്ളത്? പക്ഷെ ഇത് ആർക്ക് വേണ്ടിയാ വ്യാപരിക്കുന്നേ? ആമേൻ. 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 പ്രശ്നം തീരത്തില്ല. നിന്റെ പ്രശ്നം അവസാനിക്കത്തില്ല. നീ രക്ഷപ്പെടത്തില്ല. പോയി ഒരു വഴം കയറെ തൂങ്ങിക്കൊന്ന് പിശാച് പറയുമ്പം പറയണം, എന്റെ പ്രശ്നമല്ല, എന്റെ തമ്പുരാന്റെ ബലം കൊണ്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. ഇത് തീർക്കാനുള്ള ശക്തി അവന്റെ കയ്യിലുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്ന. എനിക്ക് കഴിവുണ്ടെന്നല്ല, എനിക്ക് പണമുണ്ടോന്നല്ല, കോരസിന്റെ മനസ്സിനെ ഉണർത്തിയ തമ്പുരാൻ എനിക്ക് വേണ്ടി ചിലത് ചെയ്യും. എന്റെ പേഴ്സിൽ കാശ് കാണത്തില്ല, പക്ഷെ ആമ്പിള്ളാരുടെ പേഴ്സിൽ കാശുണ്ട് എന്റെ കാര്യം ചെയ്യാൻ. ആമേൻ. ആമേൻ. എന്റെ ബാങ്ക് ബാലൻസ് ഇല്ല, പക്ഷെ ആമ്പിള്ളാരുടെ ബാങ്ക് ബാലൻസ് ഉണ്ട്. ഞാൻ ചെയ്യുന്നത്. ക്യാമ്പ് ആരാ നടത്തുന്നത്? ആമേൻ. ആമേൻ. ഏലിയാവിന് ആരാ അപ്പം കൊണ്ട് കൊടുത്തേ? ഏലിയാവിന്റെ വീട്ടിൽ ചുട്ടോ? ആമേൻ. ആരാ കൊണ്ട് കൊടുത്തേ? തിന്നതാരാ? ആരാ ചുട്ടത്? ഏലിയാവിന്റെ ദൈവം, കൊടുത്തയക്കുന്ന ദൈവം ഇന്നില്ലേ? ഏലിയാവിന്റെ കാക്ക ഇന്നില്ലേ? പക്ഷെ ഏലിയാവില്ലാതെ പോയി. സ്തോത്രം. 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 ബാക്കി ഒന്നുകൂടെ നിർത്തി വായിച്ച്. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ സ്തോത്രം.